കൃഷ്ണകുമാറിലൂടെ ദീർഘനേരം അച്ഛനെയും അമ്മയെയും കുറിച്ച് സംസാരിച്ചത് വളരെ ഹ്രസ്വമായാണ് എനിക്ക് തോന്നുന്നു. എന്നെ പോലെ തന്നെ എല്ലാവർക്കും തോന്നിയത്. പറഞ്ഞാൽ ഒരിക്കലും അവസാനിപ്പിക്കാൻ കഴിയാത്ത അത്രയും ചരിത്രമാണ് അമ്മയെന്ന് പറയുന്ന പ്രസ്ഥാനത്തെക്കുറിച്ച്. ഇവിടെ പറഞ്ഞ ശാരദാമ്മയെക്കുറിച്ച് പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഒരു ആഗോള മാതാവിനെ കുറിച്ച് പറഞ്ഞതിന് തുല്യമാണ്. എല്ലാ അമ്മമാരും അങ്ങനെയാണ്. എൻ്റെ മക്കളുടെ അമ്മയായ രാധിക പോലും അങ്ങനെ തന്നെയാണ്. എൻ്റെ അച്ഛനെയാണ് എനിക്ക് ഏറ്റവും അധികം പരിചയമുള്ള ഒരച്ഛൻ. ആ അച്ഛൻ എങ്ങനെയായിരുന്നു? അതിൻ്റെ ഒരു അപ്പൂപ്പൻ അച്ഛനാണ് സഖാവ് നായനാരെന്ന് നേരത്തെ അറിയാവുന്നതാണ്. അതൊന്നുകൂടി ഓർമ്മപ്പെടുത്തിയപ്പോൾ ഒരമ്മയുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ശാരദാമ്മയെ സംബന്ധിച്ച് ഒരുപാട് പേരുടെ സ്വന്തമല്ലാത്ത ബന്ധവുമല്ലാത്ത ഒരുപാട് പേര്, ഒരുപാട് മക്കൾക്ക് അമ്മയായി ഈ അമ്മ വർത്തിച്ചു എന്നതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണം ഞാൻ തന്നെ. ഇപ്പം ഞാൻ ഈ വേദിയിൽ നിൽക്കുന്നത് ഒരു രാഷ്ട്രീയ പ്രവർത്തകനായിട്ടോ ഒരു മന്ത്രിയായിട്ടോ ഒരു സിനിമാ നടനായിട്ടോ ഒന്നുമല്ല. ഇതുപോലെ കല്യാശ്ശേരിയിലെ വീട്ടിലെത്തിയാൽ ഒന്ന് വാരി പുണർന്ന് അനുഗ്രഹം വാങ്ങി അതിനുശേഷം ഇങ്ങനെ ഒന്ന് തൊട്ടുരുമി നിൽക്കുന്ന ഈ വേദിയിൽ ഒരുപക്ഷെ അമ്മയുടെ മൂത്ത സന്താനത്തിൻ്റെ സ്ഥാനമാണ് ഞാൻ ഇങ്ങെടുത്തിരിക്കുന്നത് എന്ന് വേണം, അങ്ങനെ എനിക്ക് പറയാൻ സാധിക്കും. ഈ അമ്മയെ ഞാൻ ഇങ്ങെടുക്കുക എന്ന് പറയാതെ എടുത്ത ഒരു മകനാണ് ഞാൻ. അത് കൃഷ്ണകുമാറിൻ്റെ സഹോദരങ്ങളുമെല്ലാം അംഗീകരിച്ച കാര്യവുമാണ്. അതെനിക്ക് രാഷ്ട്രീയമുണ്ടാകുന്ന കാലഘട്ടത്തിനൊക്കെ മുമ്പേ 92 മുതലാണ് സഖാവുമായിട്ടുള്ള ബന്ധം തുടങ്ങുന്നത്. ഞാനിപ്പോൾ ഓർക്കുന്നു, സഖാവ് ഉണ്ണികൃഷ്ണൻ പേര് വിളിച്ച് ഇല്ല, വെറ്റില വെച്ച് പേര് വിളിച്ചായിരുന്നു. ഇല്ല, പാലക്കാട്. പക്ഷെ എനിക്ക് ഓർമ്മ വരുന്നത് അദ്ദേഹം KHRWSന്റെ പേവാർഡിൽ അവിടെ തിരുവനന്തപുരത്ത് അതിതീവ്രമായ ചുമ ബാധിച്ച് കിടക്കുന്ന സമയത്ത് ലീഡർ പറഞ്ഞറിഞ്ഞാണ് ഞാൻ അവിടെ എത്തുന്നത്. എത്തിയപ്പോൾ അന്ന് അമ്മയുണ്ട് അടുത്ത്. അദ്ദേഹം ജയിൽവാസ കാലത്ത് എങ്ങനെയാണ് മഹാഭാരതം വായിച്ചത്, യുദ്ധത്തിലെ ചതിയും ചതിക്കുഴിയും അതിൻ്റെ അവലോകനമെല്ലാം കുറേ നേരം എടുത്ത് സംസാരിക്കും, ചുമയ്ക്കും. അപ്പോൾ അമ്മ പറയും, ഇനി അധികം വർത്താനം പറയണ്ട, സുരേഷ് വർത്താനം പറഞ്ഞോട്ടെ, വർത്താനം പറയാൻ സമ്മതിക്കില്ലേ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും വാദോരാതെ പറഞ്ഞ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ കൃഷ്ണനെ ഒരുപാട് കളിയാക്കി സംസാരിച്ചിട്ടുണ്ട്. തൻ്റെ കൃഷ്ണൻ ഉണ്ടല്ലോ, ഓനാണ് ഈ ലോകത്തെ ഏറ്റവും വലിയ കള്ളൻ. ആ കൗരവന്മാർക്കെല്ലാം ആയിട്ട് പണി കൊടുത്ത ഒരു പെരും കള്ളനാണ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, അങ്ങ് സഖാവ് കൃഷ്ണകുമാറിൻ്റെ കുഞ്ഞിന് അരയിൽ നൂല് കെട്ടിക്കൊടുക്കുന്ന ചടങ്ങിൻ്റെ ഫോട്ടോ ഞാൻ കണ്ടല്ലോ, വിനോദിൻ്റെ. എനിക്കന്ന് തെറ്റിയതാണ്. ഞാൻ അങ്ങനെ പറഞ്ഞപ്പോൾ ഒന്ന് കണ്ണു നിറഞ്ഞ സഖാവിനെ എനിക്ക് തോന്നുന്നു അങ്ങനെ ആരുടെയും മുന്നിൽ കണ്ണു നിറയുന്ന ആളല്ല, അല്ലേ? നല്ല കരുത്തൽ. അന്നേരം ഈ അനിയത്തിനെ കുറിച്ച് പറയില്ല. അന്നേരം പറഞ്ഞ ശാരദയുടെ ഭയങ്കര വലിയൊരു രാഷ്ട്രീയക്കാരൻ്റെ മനസ്സാണെങ്കിലും ചില സന്ദർഭങ്ങളിൽ സഖാവിന് ആ അനിയത്തിൻ്റെ മരണം ഉൾക്കൊള്ളാൻ പറ്റിയില്ല. അത് ഒളിവിൽ കഴിയുന്ന സമയത്താണ് അഞ്ചത്തിൻ്റെ കല്യാണം കഴിയുന്നതും മരിക്കുന്നതും എല്ലാം അത് അറിയുന്നത് എത്രയോ കഴിഞ്ഞ ശേഷം. അപ്പോൾ ആ ഒരു മനസ്സിൽ എപ്പോഴും ഉണ്ടെന്ന് ഞാൻ ലാസ്റ്റ് വരെ അത് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, രാഷ്ട്രീയത്തിന് അതീതമാണ്. ഞാനിപ്പോൾ എൻ്റെ അടുത്ത് സുരേഷ് ഗോപി നിൽക്കുന്നത്, രാഷ്ട്രീയം നിങ്ങൾ അതിൽ കാണാനേ പാടില്ല.
ഞങ്ങൾ സ്നേഹം അതാണ്. ഞാൻ എല്ലാ രാഷ്ട്രീയക്കാരും സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അതിൽ ഞാൻ ഇപ്പം നിങ്ങളുടെ മുമ്പിൽ പറയുന്നത് ഞാൻ എല്ലാവരെയും ഒരേപോലെയാണ് ഞാൻ സ്നേഹിക്കുന്നത്. ഞാനത്തെ പറഞ്ഞില്ല, ഞാൻ കുട്ടികളെ സ്നേഹിക്കുന്നത് അതേപോലെ തന്നെ ഞാൻ എല്ലാ വ്യക്തികളെയും ഞാൻ സ്നേഹിക്കുന്നത്. പക്ഷെ എല്ലാവർക്കും അറിയില്ല ഞാൻ നായനാറ് ഭാര്യയാണ്, വലിയ കമ്മ്യൂണിസ്റ്റുകാരിയാണ്. അത് മാത്രമേ ഞാൻ എനിക്ക് സ്നേഹിക്കുന്ന ഒരു മനസ്സെൻ്റെ ഹൃദയത്തിൽ എപ്പോഴും എല്ലാവരും സ്നേഹിക്കാം. ഞാനിപ്പോൾ കൈലാശ്ശേരി എൻ്റെ വീട്ടിൽ താമസിക്കുന്നുണ്ട്, ഒറ്റയ്ക്ക് താമസിക്കുന്നുണ്ട്. നോക്കാൻ കൂടെ ആളുണ്ടെങ്കിലും ഞാൻ അധികം ഒറ്റക്കല്ല. എൻ്റെ ഇവിടെ പ്രിയ നേരത്തെ പറഞ്ഞു അത് പ്രിയതയും വന്ന് രാവിലെ ഉച്ചക്കിൻ്റെ എല്ലാം അന്വേഷിക്കുന്നുണ്ട്. എങ്കിലും കൂടി എനിക്ക് എൻ്റെ നാട്ടുകാർ എൻ്റെ നാട്ടുകാർ എന്നെ എന്നും സ്നേഹിക്കുന്നത്. ഞാൻ രാഷ്ട്രീയം നോക്കിയിട്ട് അവർ ഓരോരാളെ എൻ്റെ ആവശ്യങ്ങൾ അവർ നിറവേറ്റി തരുന്നതും എനിക്ക് മരുന്ന് വാങ്ങിക്കൊണ്ട് തരുന്നതും എന്ത് വേണമെന്ന് ചോദിച്ചാൽ ഞാൻ എൻ്റെ കുട്ടികളോട് പറഞ്ഞാൽ മതി. അവർ എനിക്ക് എല്ലാ കാര്യങ്ങളും ശരിയാക്കി തരുന്നുണ്ട്. അത് ഞാനിപ്പോൾ നിങ്ങളെല്ലാം വിചാരിക്കും ഇതെന്താ വ്യക്തി സുരേഷ് ഗോപിൻ്റെ അടുത്ത് ഇങ്ങനെ വർത്താനം. ഞാൻ സുരേഷ് ഗോപിയല്ല, ഇപ്പോൾ വേറൊരു ഗോപിയായാലും ഞാൻ അതേപോലെ തന്നെ സംസാരിക്കും. എന്നെ ആരോ സ്നേഹിക്കുന്നു, ഞാൻ അവരെ എന്നെ സ്നേഹിച്ചിട്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് സ്നേഹിക്കും. അതാണ് എന്നെ സ്നേഹിച്ചിട്ട് വേണ്ട, ഞാൻ അങ്ങോട്ട് സ്നേഹിക്കും. അതാണ് എൻ്റെ ഒരു മനസ്സിപ്പോഴും അതാണ്. അത് എല്ലാവർക്കും അറിയുമെന്ന് എനിക്കറിയില്ല. ഞാൻ അന്ന് സഖാവിൻ്റെ കണ്ണുകളിൽ കണ്ട കണ്ണീരെന്ന് പറയുന്നത് ഒരു മുത്തശ്ശൻ എന്ന നിലയ്ക്ക്, ഒരുപക്ഷെ ഒരു കുടുംബത്തിൻ്റെ കാരണവരെന്ന നിലയ്ക്ക് നമുക്ക് നമ്മുടെ താല്പര്യങ്ങൾ, നമ്മുടെ നിഷ്കർഷതകൾ കുടുംബത്തിന് മേൽ അടിച്ചേൽപ്പിക്കുന്നത് യോഗ്യതയല്ലടോ. ഞാൻ എൻ്റെ കുടുംബത്തിൻ്റെ മനസ്സന്തോഷത്തിന് വേണ്ടിയാണ് അങ്ങനെ ചെയ്തത് എന്ന് പറയുന്ന ഒരു സഖാവിനെയും എനിക്കറിയാം. നേരത്തെ പറഞ്ഞ എസ്കോട്ട്സിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് തന്നെയാണ് അവിടെ നിന്ന് ഹോസ്പിറ്റലിൽ നിന്ന് മെഡിക്കൽ കോളേജിൽ നിന്ന് കൊണ്ടുപോകുമ്പോൾ വീൽ ചെയറിൽ ഇരുത്തിക്കൊണ്ടുവന്ന് എന്നോടും വന്ന് അവിടെ ഉണ്ടായിരുന്ന ബെഡിൽ എന്നെ ഇരുത്തിയിട്ട് ഒരു 10 മിനിറ്റെങ്കിലും സംസാരിച്ച് ആണ് അദ്ദേഹം അന്ന് ഡൽഹിക്ക് പോകുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു വലിയ ബന്ധമുണ്ട്. അതൊന്നും ഒരു രാഷ്ട്രീയത്തിൻ്റെ പേരിലും നമുക്ക് അങ്ങനെ ബന്ധമാണ്. അപ്പോൾ ഇന്നൊരു പക്ഷേ അമ്മയെ മക്കളുടെ കൂടെ ആക്കി അദ്ദേഹം പോയെങ്കിൽ അങ്ങനെയുള്ള മക്കളുടെ കൂട്ടത്തിൽ എൻ്റെയും കൂടി ഉത്തരവാദിത്വമാണ് ഈ അമ്മയുടെ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക, അമ്മയോടൊപ്പം അമ്മയുടെ സന്തോഷത്തിന് വേണ്ടി വർത്തിക്കുക എന്നുള്ളത് എൻ്റെയും കൂടി കടമയാണ്. എൻ്റെ അമ്മ ഇന്ന് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു 84-85 വയസ്സ്. എൻ്റെ അമ്മയുടെ ഒരു പെരുപ്പിച്ച രൂപം തന്നെയാണ് ഈ അമ്മ. അപ്പം എൻ്റെ അമ്മ ഇല്ല എന്ന് പറയുന്ന കുറവ് തീർത്തു തരുന്ന അമ്മയാണ്. പിന്നെ കൊല്ലത്ത് പള്ളിമുക്കിലുള്ള കുനമ്പായിക്കുളത്തുള്ള ആൾക്കാരോട് ചോദിച്ചാൽ ഒരാളും ഒരു രാഷ്ട്രീയത്തിൻ്റെയും പേരിൽ എതിര് പറയില്ല. ഞാനത് അമ്മയോട് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ അച്ഛൻ്റെ മൂത്ത പെങ്ങൾ കമലമ്മ ഡിറ്റോ ഇത് തന്നെയാണ് കാണാൻ. ശരീരത്തിൻ്റെ വലിപ്പത്തിൽ മാത്രമേ ഉള്ളൂ. അപ്പച്ചി വളരെ മെലിഞ്ഞിട്ടാണ്. അപ്പോൾ ആ ഒരൊറ്റ വ്യത്യാസമേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ മാനസികമായിട്ട് അടുപ്പമുണ്ടാക്കുന്നതിന് ഒരുപാട് കാരണങ്ങളായിട്ടുണ്ട്. അമ്മയ്ക്ക് ആയുരാരോഗ്യം, എൻ്റെ സഹധർമ്മിണിയും അവളെനിക്ക് തന്ന മക്കളുമെല്ലാം അതിനുവേണ്ടി എന്നും പ്രാർത്ഥിക്കും. കുടുംബത്തിലേക്ക് വരുന്ന കുട്ടികളുമൊക്കെ അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കും എന്ന് മാത്രം ഉറപ്പ് തരുന്നു. കണ്ണൂർക്കാരുടെ എന്നല്ല, എനിക്ക് തോന്നുന്നു ലോകത്തുള്ള എല്ലാ മക്കളുടെയും ഒരു അമ്മ രത്നമാണ് ശാരദാമ്മ. പ്രാർത്ഥന. വേദിയിൽ ഇപ്പോൾ സംസാരിച്ച ഏറ്റവും ബഹുമാനായ കേന്ദ്രമന്ത്രിയും നമ്മുടെ പ്രിയങ്കരനായ